പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ നീതി തേടി എന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് നമ്മളുടെ പുതിയകാവ് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ദേവാലയത്തിൻ്റെ വിൻസെൻ്റ് ഡി പോളിൻ്റെ നാമത്തിൽ ആതുര സേവന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതാനും സഹോദരങ്ങളുമായിട്ടാണ് നമ്മൾ മാന്യ പ്രേക്ഷകരുടെ മുൻപാകെ എത്തുന്നത്. അവരെ ഇതിൽ പങ്കെടുക്കുന്നത് മാത്യു പാണ്ടുമടത്തിൽ, ജോസ് പാലത്തിങ്കൽ, സുനിൽ പൂരേപ്പറമ്പിൽ, ഫ്രാൻസിസ് പൂരേപ്പറമ്പിൽ, ഫ്രാൻസിസ് മാളിയേക്കൽ. ഇവർ വിൻസെൻ്റ് ഡി പോളിൻ്റെ നാമത്തിൽ ഇടവകയിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഇടവക അംഗങ്ങളിൽ മാത്രമല്ല, മറ്റ് ഇതര വിഭാഗങ്ങളിൽപ്പെട്ട ഇടയിലേക്ക് കടന്നു ചെന്ന് അവരാൽ കഴിയാവുന്ന ആതുര സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തകരുമായാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് വരുന്നത്. വിൻസെൻ്റ് ഡി പോളിൻ്റെ ജീവിതവും അനുയായികളും, ഇതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾക്ക് മാത്യു പാണ്ടമടത്തിൽ അദ്ദേഹത്തിനോട് ചോദിക്കാം, എന്താണ് ഇവർ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗങ്ങൾ, അതിൻ്റെ പുരോഗതി എങ്ങനെയിരിക്കുന്നു നമുക്ക് ചോദിക്കാം. ശ്രീ മാത്യു പാണ്ടമടത്തിൽ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു, സംസാരിക്കാം. 19-ാം നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധത്തിൽ ഫ്രാൻസിൽ, പ്രത്യേകിച്ച് പാരീസിൽ, കത്തോലിക്ക സഭയ്ക്കും വിശ്വാസത്തിനുമെതിരെ സഭാവൈരികൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവർ സെൻറ്റ് സിമോണിയർ എന്ന പേരിൽ അറിയപ്പെടുന്ന സഭാവിരോധികൾ നാൽക്കവലകളും വഴിമുക്കുകളും അവരുടെ പ്രസംഗ വേദികളാക്കി മാറ്റിയിരുന്നു. ക്രൈസ്തവ വിശ്വാസം കാലഹരണപ്പെട്ടു. വ്യവസായം, ശാസ്ത്രം, സമ്പത്തിൻ്റെ സമീകരണം, ഇവ മാത്രമേ നിങ്ങളെ രക്ഷിക്കുകയുള്ളൂ. നിങ്ങൾ ഞങ്ങളോടുകൂടെ ചേരുക. ഞങ്ങൾ പുതിയ വ്യവസ്ഥിതി, പുതിയ സ്വർഗം, അതാണ് ഞങ്ങളുടെ വാഗ്ദാനം. സെൻറ്റ് സിമോണിയരുടെ ഈ ആരോപണങ്ങൾക്കും പാരീസിലെ സോർബോൺ സർവകലാശാലയിലെ നിയമവിദ്യാർത്ഥിയായിരുന്ന ഫെഡറിക്കോ സാന കൃത്യവും വ്യക്തവുമായ മറുപടി തൻ്റെ ലേഖനങ്ങളിലൂടെയും ലഘുലേഖകളിലൂടെയും ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചു. കത്തോലിക്കരായ ഏതാനും യുവാക്കളെ ചേർന്ന് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രചരണത്തിനു വേണ്ടി ചരിത്ര കോൺഫറൻസ് എന്ന സംഘടന രൂപീകരിച്ചു. സഭാവിരോധികളുടെ പ്രവർത്തനത്തെ ശക്തമായി നേരിടുവാൻ ആ സംഘടനയ്ക്ക് കഴിഞ്ഞിരുന്നു. സെൻറ്റ് സിമോണിയർ അവരുടെ അടവ് മാറ്റി. അവർ പറഞ്ഞു, നിങ്ങളുടെ പ്രസംഗമല്ല, പാരീസിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളെ കാണിച്ചു തരിക. ഫെഡറിക് ഓസാനാമിന് തോന്നി, വാക്കുകളല്ല പ്രവൃത്തിയാണ് അഭികാമ്യം. അദ്ദേഹം 1833 ചരിത്ര കോൺഫറൻസിനെ ഉപപീഠ കോൺഫറൻസാക്കി മാറ്റി. 200 സംവത്സരങ്ങൾക്ക് മുമ്പ് വിൻസെൻ്റ് ഡി പോൾ സ്ഥാപിച്ച ഉപപീഠ സഹോദരികൾ എന്ന സംഘടനയുടെ മാതൃകയിലായിരുന്നു ഈ സംഘടനയുടെയും പ്രവർത്തനങ്ങൾ. ഓസാനാം ഉപപീഠ കോൺഫറൻസിൽ യുവാക്കളെയാണ് അംഗങ്ങളാക്കിയിരിക്കുന്നത്. എന്നാൽ വിൻസെൻ്റ് ഡി പോൾ ഉപപീഠ സഹോദരികൾ എന്ന സംഘടനയിൽ കന്യകകളെയായിരുന്നു അംഗങ്ങളാക്കി ചേർത്തിരുന്നത്. ഈ രണ്ട് സംഘടനയും തമ്മിൽ ഇത് മാത്രമേ വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ. 1833 മെയ് മാസത്തിൽ ഉപപീഠ കോൺഫറൻസിലെ അംഗങ്ങൾ പാരീസിൽ സമ്മേളിച്ച് വിൻസെൻ്റ് ഡി പോളിനെ സ്വർഗീയ മധ്യസ്ഥനായി സ്വീകരിച്ചുകൊണ്ട് വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റി സ്ഥാപിതമായി. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അഭിരാമമായ ഈ സംഘടന 7 ഭൂഖണ്ഡങ്ങളിലായി 140 രാജ്യങ്ങളിൽ 45,000-ഓളം കോൺഫറൻസുകളിൽ 8 ലക്ഷത്തിലേറെ അംഗങ്ങൾ, കോടിക്കണക്കിന് ആളുകൾക്ക് ആശ്വാസവും തണലും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഘടനയുടെ സ്ഥാപകനായ ഫെഡറിക് ഓസാനാം 1813 ഏപ്രിൽ മാസം 13-ാം തീയതി ഫ്രാൻസിൻ്റെ ഭാഗമായ മിലാനിൽ
ജിൻ ആന്റണി ഓസാനാമിൻ്റെയും മേരി സന്താസിൻ്റെയും മകനായി ജനിച്ചു. അവരുടെ മാതാപിതാക്കന്മാർക്ക് 14 മക്കളുണ്ടായിരുന്നു. 11 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. ആ 11 പെൺകുട്ടികളും ബാല്യത്തിൽ തന്നെ മരിച്ചുപോയി. ഫ്രെഡറിക് ഓസാനാം ബാല്യത്തിൽ തന്നെ മതകാര്യങ്ങളിലും ജോലി ചെയ്യുന്നതിലും സാഹിത്യം പഠിക്കുന്നതിലും താല്പര്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് ജിൻ ആന്റണി മിലിറ്ററിയിൽ ജോലി ചെയ്ത ആളും ഒരു ഡോക്ടറുമായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ മകനായ ഓസാനാമിനെ ഒരു വക്കീലാക്കണം എന്നായിരുന്നു ആഗ്രഹിച്ചത്. അങ്ങനെ തൻ്റെ വീട്ടിലൊരു വക്കീലുണ്ടാകുകയും ആ വക്കീലൊരു ജഡ്ജിയായിത്തീരുന്നതൊക്കെ അദ്ദേഹം ഭാവനയിൽ കണ്ടു. എന്നാൽ ഓസാനാമിനെ സംബന്ധിച്ചിടത്തോളം സാഹിത്യം പഠിക്കുന്നതിലും മതകാര്യങ്ങളിലുമായിരുന്നു കൂടുതൽ താല്പര്യങ്ങൾ. എങ്കിലും പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പിതാവിൻ്റെ അഭീഷ്ടമനുസരിച്ച് അദ്ദേഹം 1831 പാരീസിലെ സോർബോൺ സർവകലാശാലയിലെ നിയമ വിദ്യാർത്ഥിയായി ചേർന്നു. 1836 അദ്ദേഹം പ്രശസ്തമായ രീതിയിൽ നിയമ ബിരുദം നേടുകയും പിതാവിൻ്റെ അഭീഷ്ടമനുസരിച്ച് തങ്ങളുടെ താമസ സ്ഥലമായ ലേൺസിലേക്ക് വന്നു. അവിടെ അദ്ദേഹം അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു. അഭിഭാഷക വൃത്തിയുടെ ഇടവേളകളിൽ അദ്ദേഹം സാഹിത്യരചനയ്ക്കും സാധുജന സേവനത്തിനും ഒക്കെ അദ്ദേഹം സമയം കണ്ടെത്തി. അദ്ദേഹം ഈ കാലഘട്ടത്തിലാണ് പള്ളി മുതലുകൾ, ഫ്രഞ്ച് നിയമോൽപ്പത്തി എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചത്. ഓസാനാം ഈ പൊതുകാര്യങ്ങളൊക്കെ ഏർപ്പെട്ടിരുന്നെങ്കിൽ കൂടിയും അദ്ദേഹം ആ ബാറിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു വക്കീലായി മാറുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നതിനും സഭയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ വിശദീകരിച്ച് ജനങ്ങളുടെ ഇടയിൽ മതിപ്പുളവാക്കുന്നതിനും ഒക്കെ ഉള്ള പ്രവർത്തികളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. 1836 അദ്ദേഹം തൻ്റെ പ്രവർത്തന മേഖല ജന്മനാടായ ലേൺസിൽ ആയിരുന്നു. ഈ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം ശ്ലാഘിക്കത്തക്ക രീതിയിൽ വിൻസെൻ്റ് പോളിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഫ്രാൻസിൽ മാത്രമായിരുന്നില്ല. അദ്ദേഹം ചെല്ലുന്നിടത്തൊക്കെ സാധുജന സേവനത്തെ പറ്റിയും ധനവാന്മാർക്ക് ദരിദ്രരുടെ ദുരിതപൂർണമായ ജീവിതത്തിൽ മതിപ്പുളവാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഫ്രാൻസിന് പുറത്തേക്കും വ്യാപിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അയർലൻഡിൽ ക്ഷാമമുണ്ടായ കാലഘട്ടത്തിൽ അദ്ദേഹം ഫ്രാൻസിലുള്ള വിൻസെൻ്റ് പോൾ സൊസൈറ്റി മുഖേന സംഭാവനകൾ സ്വീകരിക്കുകയും ആ സംഭാവനകൾ അയർലൻഡിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്ത് അവിടുത്തെ പാവങ്ങൾ, അവിടുത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ, ക്ലേശം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായ രീതിയിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് 1841 മാതാപിതാക്കന്മാരുടെ മരണശേഷം അദ്ദേഹം ലയൺസ് സർവകലാശാല റെക്ടറുടെ മകൾ അമേലിയായ വിവാഹം കഴിച്ചു. 1844 അദ്ദേഹത്തെ ലയൺസ് സർവകലാശാലയുടെ നിയമവകുപ്പ് മേധാവിയായിട്ട് അധ്യാപകനായിട്ട് അദ്ദേഹത്തെ നിയമിച്ചു. അദ്ദേഹം ആ കാലയളവിലാണ് അദ്ദേഹത്തിൻ്റെ മകളെ മരിയായുടെ ജനനം. അങ്ങനെ അദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടി ഔദ്യോഗിക കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം അതിൻ്റെ വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കത്തക്ക രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരുന്നു. വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോസഫ് ഇമ്മാനുവൽ ബെയ്ലി എന്ന ആളായിരുന്നു. അങ്ങനെ വിൻസെൻ്റ് പോൾ സൊസൈറ്റി ലോക ആസകലമുള്ള പ്രവർത്തനങ്ങളാണ്. ആ വിൻസെൻ്റ് പോൾ സൊസൈറ്റി പരിശുദ്ധ സിംഹാസനം അന്തർദേശീയ സ്വതന്ത്രമായ പദവി നൽകി അതിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരിക്കുന്ന അദ്ദേഹം രോഗബാധിതനായി തീർന്ന അദ്ദേഹം കുടുംബസഹിതം ഇറ്റലിയിലേക്ക് പോയി. അവിടെ വെച്ച് 1853 സെപ്റ്റംബർ മാസം 8-ാം തീയതി അദ്ദേഹം നിര്യാതനായി. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മരണാനന്തര കർമ്മങ്ങൾ നടത്തിയതിനു ശേഷം പാരീസിലെ സർപ്പിൾസ് എന്ന ദേവാലയത്തിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചു.
പിന്നീട് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പൂജ്യാവശിഷ്ടം കർമ്മലീത്ത പള്ളിയിൽ പ്രത്യേകമായ അലങ്കൃതമായ കുടീരത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയുണ്ടായി. 40 വർഷത്തെ കാലഘട്ടത്തിനിടയ്ക്ക് ഒരു 100 വർഷം ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് നടത്തുവാനായിട്ട് സാധിച്ചു. നിരീശ്വരവാദത്തിൽ ആകർഷ്ടമായപ്പെട്ട ഒരു സമൂഹം മുഴുവനും ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അവരുടെ മുമ്പിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ദീപശിഖയായി ജ്വലിച്ച ഫെഡറിക്കോ സ്ഥാനം ഇന്ത്യൻ ജനഹൃദയങ്ങളിൽ ജീവിക്കുകയാണ്. അദ്ദേഹം സ്ഥാപിച്ച വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ആശ്വാസം തേടുന്നുണ്ട്. 1997 ഓഗസ്റ്റ് മാസം 23-ാം തീയതി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫെഡറിക്കോ സാമിനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു. ജോസ് പാലത്തിങ്കൽ സാറാണ്. അദ്ദേഹത്തിന് പലതും പറയുവാനുണ്ടാകും. വിൻസെൻ്റ് ഡി പോളിൻ്റെയും മറ്റ് സാംസ്കാരിക രംഗത്തെയും സജീവ പ്രവർത്തകനാണ്. അദ്ദേഹത്തിലേക്ക് നമുക്ക് കിടക്കാം. സാർ പറയും. വിൻസെൻ്റ് ഡി പോൾ സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി അഭിമാനത്തോടെ പറയുവാനുണ്ട്. കാരണം ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലിയ പ്രവർത്തനം ദാരിദ്ര്യദുഃഖം അനുഭവിക്കുന്നവരുടെ ഇടയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇത് യേശുവിൻ്റെ സന്ദേശമായിരുന്നു. എന്തുകൊണ്ടാണ് സെൻറ്റ് വിൻസെൻ്റ് ഡി പോൾ സംഘടന എന്നുള്ള പേര് വരാൻ കാരണം വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ പുണ്യവാൻ്റെ പ്രവർത്തന ശൈലി അതേപടി ഉൾക്കൊണ്ട ഒരു സംഘടനയാണ് സെൻറ്റ് വിൻസെൻ്റ് ഡി പോൾ സംഘടന. എനിക്ക് അഭിമാനത്തോട് പറയാനുള്ളത് സെൻറ്റ് വിൻസെൻ്റ് ഡി പോളിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് അല്പം കടന്നതല്ല നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഞാൻ ഏകദേശം 52 വർഷമായി ഈ സംഘടന പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടെ ഈ സംഘടനയെക്കുറിച്ച് പ്രത്യേകിച്ച് അതിൻ്റെ മധ്യസ്ഥനായ സെൻറ്റ് വിൻസെൻ്റ് ഡി പോളിനെ കുറിച്ചും പറയാൻ ആഗ്രഹിക്കുകയാണ്. സെൻറ്റ് വിൻസെൻ്റ് ഡി പോൾ ദരിദ്രരുടെ മധ്യസ്ഥനായിട്ടാണ് അറിയപ്പെടുക. 1581 ഫ്രാൻസിൻ്റെ തെക്ക് പടിഞ്ഞാറേറ്റത്തുള്ള പോ എന്ന ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട ഫ്രഞ്ച് കർഷകൻ്റെ മകനായിട്ടാണ് വിൻസെൻ്റ് ഡി പോൾ പുണ്യവാൻ ജനനം നടക്കുന്നത്. അദ്ദേഹം അതിസാമർഥ്യവും ബുദ്ധി കഴിവുകളും ഒക്കെ ആളായിരുന്നുവെങ്കിലും ഒരു ആട്ടിടയനായിട്ടാണ് ജീവിതം ആരംഭിച്ചതും ആട്ടിടയനായിട്ടാണ് ജോലി പ്രവർത്തനം ആരംഭിച്ചത്. ഫ്രഞ്ച് ചരിത്രത്തിലെ ഏറ്റവും പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തിലാണ് ഈ വിശുദ്ധൻ ജീവിച്ചിരുന്നത്. കാരണം ഫ്രഞ്ച് വിപ്ലവം നടന്നതിൻ്റെ ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ചുറുചുറുക്കും സാമർഥ്യവും കണ്ടിട്ട് ഉന്നത നിലയിൽ പഠിപ്പിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ പിതാവിന് ആഗ്രഹമുണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരി ഒരു പുരോഹിതനാക്കാനാണ് പിതാവ് ആഗ്രഹിച്ചിരുന്നത്. അതിനുവേണ്ടി 12 വയസ്സുള്ളപ്പോൾ കോളേജിൽ ചേർത്ത് ഫ്രഞ്ച് ലത്തീനും ഭാഷകൾ പഠിപ്പിക്കാൻ തുടങ്ങി. 1596 ഫ്രാൻസിസ്കൻ സമൂഹത്തിൽ ചേരുകയാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയുണ്ടെന്നുള്ളത്. 1600 19-ാം വയസ്സിൽ ഒരു വൈദികനായി തീർന്നു വിശുദ്ധൻ. 1601 ദൈവശാസ്ത്ര ബിരുദമെടുത്തു. അങ്ങനെ ബിരുദമൊക്കെ എടുത്ത് മാഴ്സയിൽ നിന്ന് കടൽ മാർഗം നാട്ടിലേക്ക് കപ്പൽ കയറി പോരാൻ ഇരിക്കുമ്പോൾ കടലിൽ വെച്ച് കപ്പൽ കൊള്ളക്കാർ ആക്രമിച്ച് ചങ്ങലക്കിട്ട് അദ്ദേഹത്തെ ബന്ധിക്കുകയാണ് ചെയ്യുക. വടക്കേ ആഫ്രിക്കയിലെ ടൂണിസിലേക്ക് അങ്ങനെ ബന്ധിതനായി ഇദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. അവിടെ നിന്നും അവസാനിക്കുന്നില്ല. ഒരു മീൻപിടുത്തക്കാര് ഒരു ഗ്രൂപ്പിന് അദ്ദേഹത്തെ അടിമയായിട്ട് വിൽക്കുകയാണ്. 1 വർഷത്തിന് ശേഷം അവര് ഇദ്ദേഹത്തെ അടിമയായി വിൽക്കുന്ന ചന്തയിൽ വെച്ച്, അന്ന് മനുഷ്യരെ ചന്തയിൽ കൊണ്ടുവന്ന ലേലം വിളിച്ച് അടിമകൾ വാങ്ങാനുള്ള ആൾക്കാരുണ്ട്. ഈ വിൻസെൻ്റ് പോളിനെയാണ് അടിമയാക്കി ചങ്ങലയിട്ട് ബന്ധിച്ച് അടിമയാക്കി കൊണ്ടുവന്നത്.
അങ്ങനെ ഈ മനുഷ്യനെ, ഈ വിൻസെന്റ് പോൾ പുണ്യവാനെ വാങ്ങിയത് ഒരു നല്ലൊരു കത്തോലിക്കനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം അത്ര ശരിയല്ലായിരുന്നു. കത്തോലിക്ക വിശ്വാസിയായിരുന്നുവെങ്കിലും അത്രമേൽ നല്ല ജീവിതമായിരുന്നില്ല. അതുകൊണ്ട് ഈ വിൻസെന്റ് പോളിൻ്റെ നല്ല മാതൃകയും ജീവിതമൊക്കെ കണ്ടിട്ട് ഈ മനുഷ്യൻ, ഈ വാങ്ങിയ ആള് അദ്ദേഹത്തെ രക്ഷപ്പെടാനായിട്ട് ഫ്രാൻസിലേക്ക് പൊക്കോളാൻ പറഞ്ഞ് രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ 1609 ഫ്രാൻസിലെത്തിയ അദ്ദേഹം സമൂഹത്തിൽ വളരെ ഉന്നതിയിൽ ജീവിക്കുന്നവരുമായിട്ട് വളരെയധികം ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ദൗത്യം പാവപ്പെട്ടവരുടെയും വേദനിക്കുന്നവരുടെ ഇടയിൽ സേവനം ചെയ്യുക എന്നുള്ള ആ ഒരു ദൗത്യത്തിലാണ് അദ്ദേഹം ആഴപ്പെട്ടിരുന്നത്. മാത്രമല്ല, ഫ്രാൻസിലെ ഈ യുദ്ധത്തിൻ്റെ കെടുതികളിൽ കഷ്ടപ്പെട്ടിരുന്ന മനുഷ്യര്, പ്ലേഗ് ബാധിത പ്രദേശങ്ങൾ, അങ്ങനെ ഒത്തിരി അസ്വസ്ഥത അനുഭവിച്ച ആ മനുഷ്യരുടെ ഇടയിലേക്ക് ഇദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയാണ്. അടിച്ചമർത്തപ്പെട്ടവരും അടിമകളുമായിട്ടുള്ളവരുടെ ഇടയിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹം ഇറങ്ങിത്തിരിക്കുന്നു. കൂടാതെ അനാഥ ശിശുക്കൾക്ക് വേണ്ടി ഭവനങ്ങൾ നിർമ്മിക്കുക, വൃദ്ധർക്കും അംഗഹീനർക്കും വേണ്ടി സ്ഥാപനങ്ങൾ പണിയിക്കുക, ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിലേക്ക്, പ്രേക്ഷിത പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയാണ്. യുദ്ധക്കെടുതിയിൽപ്പെട്ട ഒരുപാട് അനാഥരെ അദ്ദേഹം സഹായിക്കുന്നുണ്ട്. ഒത്തിരി യാചകരെ, നമ്മൾ ഓർക്കണം, ഫ്രഞ്ചിലാണ് ഈ സംഭവങ്ങൾ. യുദ്ധത്തിൻ്റെ കെടുതിയിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന യാചകരെയൊക്കെ അദ്ദേഹം പുനരധിവസിപ്പിക്കാൻ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. ദരിദ്രർക്ക് ഭൗതികവും ആധ്യാത്മികവുമായ സഹായങ്ങൾ നൽകാൻ ഇടവകകൾ തോറും പരസ്നേഹ സംഘങ്ങൾ എന്ന ഒരു സംഘടന അദ്ദേഹം സ്ഥാപിക്കുകയാണ്. പല ഇടവകളിലായിട്ട് പരസ്നേഹ സംഘങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഈ വിൻസെന്റ് ഡി പോൾ സംഘടനയുടെ തുടക്കം അവിടെയാണ്, പരസ്നേഹ സംഘടനകൾ. അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി വനിതാ സംഘടനകൾ സ്ഥാപിച്ച് സ്ത്രീകളെ നല്ല ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരിക, കൈപിടിച്ച് ഉയർത്തുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലിയായിരുന്നു. അന്തേവാസികളിൽ ആരെങ്കിലും മരണമടഞ്ഞാൽ അദ്ദേഹം വിതുമ്പിക്കരയുമായിരുന്നു എന്ന് പറയണം. കാരണം സ്വന്തം സഹോദരങ്ങൾ, സ്വന്തം ബന്ധുമിത്രങ്ങൾ മരിക്കുന്നത് പോലെയാണ് അദ്ദേഹം അവരെ കണ്ടിരുന്നത്. അനാഥരെയും ശിശുക്കളെയും അദ്ദേഹം അധികമായി സ്നേഹിച്ചിരുന്നതിൻ്റെ അടയാളമായിട്ടാണ് വിൻസെന്റ് പോളിൻ്റെ ചിത്രങ്ങളിൽ ഒരു കുഞ്ഞിനെ എടുത്തു പിടിച്ചിരിക്കുന്നതും ഒരു അനാഥ സ്ത്രീ അദ്ദേഹത്തിൻ്റെ ഉടുപ്പിൻ്റെ വിളിമ്പിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായിട്ട് നമുക്ക് ചിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അത് ഇങ്ങനെയുള്ള മനുഷ്യരെ ഒത്തിരിയധികം സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം ഇതായിരുന്നു: മുഖസ്തുതി സമ്പാദിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതിനേക്കാൾ ഭേദം കൈകാൽ ബന്ധിച്ച് ജ്വലിക്കുന്ന അഗ്നികുണ്ഡത്തിലേക്ക് എറിയുന്നതാണ് നല്ലതെന്നായിരുന്നു. അപ്പം മുഖസ്തുതിക്ക് വേണ്ടി ഒരിക്കലും അദ്ദേഹം, അതാണ് ശരിയായൊരു ക്രൈസ്തവ ആ തത്വം മനസ്സിലാക്കി പ്രവർത്തിച്ചിരുന്ന ഒരു വിശുദ്ധനാണ്. ആരും ശ്രദ്ധിക്കപ്പെടാതെ ചീഞ്ഞളിഞ്ഞു കിടക്കുന്ന ശവശരീരങ്ങൾ പോലും എടുത്ത് അതിൻ്റെതായ പ്രാധാന്യത്തോടെ മറവ് ചെയ്യുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമാണ്. അങ്ങനെ ഈ അനാഥരെയും വിധവകളെയും കുട്ടികളെയും സമൂഹത്തിലെ ബന്ധനങ്ങളിൽ, ഒരു വിധത്തിൽ പറഞ്ഞാൽ ബന്ധനങ്ങളിൽ പെട്ടുകിടക്കുന്ന എല്ലാ മനുഷ്യരെയും സംരക്ഷിച്ചു പോരുന്ന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു ഉദാത്ത മാതൃകയായിരുന്ന വിൻസെന്റ് ഡി പോൾ പുണ്യവാളൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഈ വിൻസെന്റ് ഡി പോൾ സംഘടനയുടെ മധ്യസ്ഥനായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 1660 അദ്ദേഹം നിര്യാതനായി. 1737 അദ്ദേഹത്തെ തിരുസഭ ഒരു വിശുദ്ധനായിട്ട് ഉയർത്തുകയാണ് ചെയ്തത്. വിൻസെന്റ് പോളിൻ്റെ ചില പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ, ചില പ്രത്യേക വിശേഷ ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആരോടും ആത്മാർത്ഥതയോട് പെരുമാറുക, കളങ്കമില്ലാത്ത ഒരു ശൈലിയായിരുന്നു. അതുപോലെ വിശ്വസ്തത അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പുണ്യമായിരുന്നു. വിശ്വസ്തയോടുകൂടി പ്രവർത്തിക്കുക. ഈ ബൈബിള് വചനങ്ങൾ വെള്ളം ചേർത്തൊക്കെ പ്രവർത്തിക്കുമെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അത് അതേപടി പാലിച്ചു പോന്നിരുന്നൊരു മനുഷ്യനാണ്. അതുപോലെ വളരെ ശാന്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം തന്നെ കണ്ടാൽ നമുക്ക് അറിയാൻ സാധിക്കും. വളരെ ശാന്തത
ഉള്ളൊരു വിശുദ്ധനായിരുന്നു. നിഷ്കളങ്ക മനോഭാവമായിരുന്നു. സമചിത്തത കൈവിടയാത്തൊരു മനുഷ്യനായിരുന്നു. ഇത്രയെല്ലാം പ്രശ്നങ്ങളിലൂടെയൊക്കെ ഈ വിപ്ലവത്തിൻ്റെയൊക്കെ ഇടയിൽ കൂടിയൊക്കെ പ്രവർത്തിക്കുമ്പോഴും സമചിത്തനായിരുന്നു. പ്രസന്നതയുള്ള ഒരു മനുഷ്യനായിരുന്നു. വളരെ ക്ഷമയുള്ള ഒരു വിശുദ്ധനായിരുന്നു. അതുപോലെ വളരെ വിവേകത്തോടെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. എല്ലാ ആഗ്രഹങ്ങളെയും നിഗ്രഹിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ പരിത്യാഗം, പ്രതിപക്ഷ ബഹുമാനം, ആരെയും അവഗണിക്കുന്ന തരത്തിലല്ല, തന്നെ എതിർക്കുന്നവരെ പോലും ബഹുമാനിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. അതുപോലെ നീതിബോധമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. വളരെ ശുഷ്കാന്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇതാണ് വിൻസെൻ്റ് ഡി പോൾ. ഇനി ഒത്തിരി കാര്യങ്ങൾ വിൻസെൻ്റ് ഡി പോളിനെ കുറിച്ച് പറയാനുണ്ട്. ഈ കാരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ സംഘടനയുടെ വിശുദ്ധനായിട്ട് മധ്യസ്ഥനായിട്ട് ഈ സെൻറ്റ് വിൻസെൻ്റ് ഡി പോളിനെ എടുത്തതിൽ ഒരു അത്ഭുതപ്പെടാനുമില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധി, അതേപടി അനുകരിക്കുക എന്നുള്ളതാണ് വിൻസെൻ്റ് ഡി പോൾ സംഘടനയുടെ ലക്ഷ്യം. ഇതിന് യാതൊരു പരസ്യങ്ങളില്ല, മുഖസ്ഥിതികളില്ല, ഏറ്റക്കുറച്ചിലുകളില്ല. ഏത് പാവപ്പെട്ടവൻ്റെ ഇടയിലും പ്രവർത്തിക്കുന്ന ആ വിശുദ്ധൻ്റെ അതേ പ്രവർത്തന ശൈലി അനുകരിച്ച് ഇന്നും ലോകരാജ്യങ്ങൾ മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ഒരേ ഒരു സംഘടന സെൻറ്റ് വിൻസെൻ്റ് ഡി പോൾ സംഘടനയാണ്. വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിൻസെൻ്റ് ഡി പോളിൻ്റെ ഒരു പ്രവർത്തകനാണ് ഫ്രാൻസിസ് മാളിയേക്കൽ. അദ്ദേഹത്തിനോട് ചോദിക്കാം നമുക്ക്. സാർ പറയൂ, അങ്ങയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്, നമ്മുടെ ഈ സംഘടനയുമായിട്ടുള്ള കൂട്ടായ്മ എങ്ങനെയൊക്കെയാണെന്ന് വിശദീകരിച്ചാൽ. വിൻസെൻ്റ് ഡി പോൾ സംഘം നമ്മുടെ ഈ ഇടവയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് 1976-ലാണ്. അന്ന് ഏതാണ്ട് 6 പേരാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. ഇതിൽ എടുത്തു പറയപ്പെടേണ്ട ആൾക്കാർ വർഗീസ് പടുവരയ്ക്കൽ, പുറക്കാട്ട് ജോസഫ്, ഒരേപ്പറമ്പിൽ അഗസ്റ്റിൻ, കുരിശിൻചോട്ടിൽ സേവ്യർ, അങ്ങനെയുള്ള 6 പേരാണ് ചേർന്നാണ് ഈ സംഘം രൂപീകരിക്കപ്പെടുന്നത്. അന്ന് നമ്മുടെ ഈ പരിസരത്തൊക്കെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥ അനുഭവിക്കുന്ന ഒരു ചുറ്റുപാടായിരുന്നു. അപ്പോൾ ആളുകളുടെ നിന്ന് പൈസ വാങ്ങിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നൊരവസ്ഥയിലായിരുന്നില്ല നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് ഓരോ വീടുകളിൽ നിന്നും പിടിയേരി വാങ്ങിയിട്ടാണ് ഈ സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ പിടിയേരി എന്ന് പറയുമ്പോൾ നമ്മൾ വീടിൻ്റെ സംഭവിച്ചിട്ടെങ്കിലും അരി വെക്കാൻ പോകുമ്പോൾ അതിൽ നിന്നൊരു പിടി അരി എടുത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കും. അങ്ങനെ 7 ദിവസം മാറ്റി വെച്ചിട്ട് 7-ാം ദിവസമാണ് ഞങ്ങൾ ഇത് ആ ആൾക്കാരെ ഈ വർഗീസിയാണ് ചെന്ന് കളക്ട് ചെയ്യും. അങ്ങനെ ഓരോ എല്ലാ വീടും കിട്ടില്ല, ചില വീടുകളിൽ നിന്ന് കിട്ടും. ആ വീട് അരി ഒന്നിച്ച് വാങ്ങിച്ച് കൂട്ടി പാവങ്ങൾക്ക് കൊണ്ടേ കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഇത് ആരംഭം തുടങ്ങുന്നത്. അങ്ങനെ ഒരു കുറേ കാലങ്ങൾ അങ്ങനെ നടന്നു. അത് കഴിഞ്ഞപ്പോൾ പിടിയേരിയിൽ നിന്ന് മാറ്റി കുറച്ചുകൂടി ചെറിയ സംഭവത്തിന് ആൾക്കാർ താല്പര്യം കാണിച്ചു. അങ്ങനെ താല്പര്യം കാണിച്ചു കുറച്ചുകൂടി മെച്ചപ്പെട്ട രൂപത്തിലേക്ക് പ്രവർത്തനങ്ങൾ വന്നു. പിന്നെ മെമ്പർമാർ കൂടി. അങ്ങനെയൊക്കെ വന്ന ഉയർന്ന് ഇപ്പോൾ നമ്മുടെ സംഘം, ഞങ്ങളുടെ സംഘം, ഈ സംഘം വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്ന ഒരു സ്ഥിതിയുണ്ട് ഇപ്പോൾ. കാരണം നല്ലൊരു സംഖ്യ രഹസ്യത്തിൻ്റെ വിധത്തിൽ എല്ലാ ആഴ്ചയിലും കളക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് ഈ അംഗങ്ങളിൽ നിന്ന് മാത്രമായിട്ട്. കൂടാതെ തന്നെ സഹായിക്കുന്ന കുറേ അംഗങ്ങളുണ്ട്. നമ്മുടെ ഇടവയിൽ തന്നെ മനുഷ്യൻ്റെ വേണ്ടി സഹായിക്കാൻ താല്പര്യമുള്ള കുറേ അംഗങ്ങളുണ്ട്. അവരുടെ നിന്ന് കളക്ട് ചെയ്ത് നമ്മൾ ആവശ്യക്കാർക്ക് പൈസ കൊടുക്കുകയാണ്. അതായത് മീൻസ് ഇപ്പോൾ നമുക്ക് ഈ സംഘത്തിൽ 16 ദത്ത് കുടുംബങ്ങളുണ്ട്. ദത്ത് കുടുംബങ്ങൾക്ക് ഓരോ കുടുംബത്തിനും റേഷൻ വാങ്ങുന്നതിന് വേണ്ടി 1000 രൂപ വെച്ച് ഒരു മാസം കൊടുക്കുന്നു. അതുകൂടാതെ കൊണ്ട് തന്നെ വളരെ ചികിത്സാ സൗകര്യങ്ങളായിട്ടും ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് വേണ്ടിയും മറ്റ് വിദ്യാഭ്യാസ സഹായങ്ങളായിട്ടും വീട് പണി പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നവർക്കും അങ്ങനെയൊക്കെ പലതരത്തിലുള്ള സഹായങ്ങൾ ഈ സംഘത്തിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ രഹസ്യപ്പിരിവ് സമ്പാദിക്കുന്നവർ ഈ നമ്മൾ രഹസ്യപ്പിരിവ് എന്ന് പറയുമ്പോഴത്തേക്കും അത് അതായത് എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ആദ്യത്തെ കുർബാനയ്ക്ക് ശേഷം ഒരു മീറ്റിംഗ് ഉണ്ടാകും. ആ മീറ്റിങ്ങിൽ പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് ഓരോ മെമ്പർമാരും ഒരു സഞ്ചി വെച്ചിട്ടുണ്ടാവും. സഞ്ചിക്കകത്തുകൊണ്ട് അവരുടെ ആ ആഴ്ചയിലെ നിക്ഷേപം കൊടുക്കും. അത് രഹസ്യമായിരിക്കും. എന്നിട്ട് അത് കളക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഓരോ ഒരു ആവറേജ് നമുക്ക് ഒരു 5000-നും 6000-നും ഇടയ്ക്ക് സംഖ്യ ഉണ്ടാവും. കാരണം അത്രയും ആകപ്പഴിഞ്ഞ ആൾക്കാർ പറയാൻ പാടില്ല, സംഖ്യ ഉണ്ടാവുമെന്ന് കണക്ക് പറയാൻ പാടില്ല. മൊത്തത്തിലുള്ള സംഖ്യ ഓരോരുത്തർക്കും മൊത്തത്തിലുള്ള സംഖ്യ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സഹായിക്കാൻ കഴിയുന്നത്. മനസ്സിലായി? ഇങ്ങനെ കിട്ടുന്ന സംഖ്യ കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ അവസര ആൾക്കാരെയും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ആൾക്കാരെയും വിദ്യാഭ്യാസ സഹായം കൊടുക്കാനും രോഗങ്ങൾ ചികിത്സയ്ക്ക് കൊടുക്കാനും കഴിയുന്നത്. അതുകൊണ്ടാണ് സാധിക്കുന്നത്. കാരണം
അങ്ങനെ അല്ലാതെ നമുക്ക് മറ്റു പാടൊന്നുമില്ല. നമ്മുടെ ഈ ഇടവകളുന്ന പിരിവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവറേജ് ഒരു മാസം കിട്ടുന്നത് ഒരു 10,000 രൂപ. 10,000 രൂപയുടെ അടുത്താണ് ഒരു മാസം നമുക്ക് കിട്ടുന്നത്. ഈ രഹസ്യ പിരിവ് എടുത്ത് കിട്ടുന്ന പൈസയാണ് നമ്മൾ മാക്സിമം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് സാധിക്കുന്നു. അതിനുള്ള സഹായം നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ആ തരത്തിലാണ്. ഇത് നമ്മൾ ഈ നമ്മളുടെ ഇടവക കുടുംബങ്ങളിലല്ലാതെ തന്നെ മറ്റു വിഭാഗങ്ങളിലുള്ള ഏരിയയിലേക്ക് അതായത് സഹായിക്കാൻ കഴിയുന്ന എല്ലാവരെയും ഞങ്ങൾ സമീപിക്കും. അവിടെ നമുക്ക് ജാതി മതമൊന്നുമില്ല, കൊടുക്കുന്നത് അത് തന്നെയാണ്. ഓക്കെ ഓക്കെ. ഞങ്ങളുടെ ഈ പൈസ സഹായിക്കുന്നത് ജാതി മത ഭേദമന്യാണ്. മനസ്സിലായി. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ദത്തുകുടുംബം തന്നെ ഇപ്പോൾ 16 ദത്തുകുടുംബം 10 പേരും മറ്റു ജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. 10 പേരും. ബാക്കി 6 പേരെ നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരുള്ളൂ. അപ്പോൾ അവിടെ ഒന്നും കാസ്റ്റ് ആൻഡ് ക്രീഡ് നോക്കുന്നേ ഇല്ല. ആവശ്യത ആരും അനുഭവിക്കുന്നു ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ കൊടുക്കുകയാണ്. അതാണ് നമ്മുടെ സ്ഥിതി. അപ്പം അങ്ങനെ ഞങ്ങൾ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള എല്ലാ തരത്തിലുള്ള സഹായങ്ങളും എല്ലാ ഭാഗത്തും ഞങ്ങൾക്ക് പ്രോത്സാഹനമായിട്ട് നടത്തും. അപ്പോൾ ഈ പ്രവർത്തനത്തിൽ സന്തുഷ്ടനാണ്? തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. വീണ്ടും വരാം. ഒരു ഇടവേള. ഏതായാലും ഈ പുതിയകാവിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ഫ്രാൻസിസ് സേവ്യർ ചർച്ചിന്റെ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഈ ഇടവകയുടെ ബഹുമാനപ്പെട്ട ജിമ്മി അച്ഛനും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ബാക്കി എല്ലാ നല്ലവരായ സഹപ്രവർത്തകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. മാന്യ പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം. To be just and fear not.